നിന്നിലേക്ക്. രചന മിഴിമോഹന. അവതരണം മിത്രവിന്ദ. ആ, നീ കാണാൻ വഴിയില്ല. 2-2.5 കൊല്ലമായിട്ടുണ്ട് ആ ശൈത്താൻ ഇങ്ങോട്ട് വന്നിട്ട്. പേർഷ്യയിലെങ്ങാണ്ടല്ലേ. നാശം, അവിടെ നിൽക്കുന്നതാണ് നല്ലത്. വന്നാൽ പിന്നെ പെണ്ണുങ്ങളുടെ പുറകെ മണപ്പിച്ച് നടക്കും. കുഞ്ഞൊന്നും വലുതൊന്നും ഒന്നുമില്ലോന്. ഇക്ക ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ പുറകിൽ കയറി ഒരു പിടുത്തം. ഞമ്മൻ്റെ കൈ ഓൻ്റെ മുഖത്താണ് പതിഞ്ഞത്. പിന്നെ പുറകെ വന്നില്ല. പണ്ടാ പിള്ളേരുടെ കൂടെ അവധിക്ക് വന്ന് നിൽക്കും. ഓൻ വന്നു കഴിഞ്ഞാൽ പുഴയിലോട്ട് വരാൻ തന്നെ പേടിയാ. ഒരുമാതിരി നോട്ടവും ഭാവവുമാണ്, പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലാത്ത പോലെ. ഞമ്മൻ്റെ കാർത്തികയില്ലേ, അതിൻ്റെ പുറകെ കുറേ നടന്നതാ. പെങ്കൊച്ചല്ലേ, വീട്ടിൽ പറയാൻ പേടിച്ചിട്ട് ഞമ്മളോടാ പറഞ്ഞത്. സൈനത്ത പറയുമ്പോൾ സരിയു തുണി കുത്തിപ്പിഴിഞ്ഞ് അവരെ തല ഉയർത്തി നോക്കി. ഇജ്ജ തുണിങ്ങിതാ. അത് കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് അവളെ നോക്കി അവർ. കാർത്തികമ്മോടെ പ്രായം കാണും ആ ചെകുത്താന്. ആ മുതുക്കന് വേണ്ടിയാ സാധാരണത്തിൽ ലച്ചുമോളെ ആലോചിച്ചത്. അതങ്ങനെ നാട് നീളെ പെണ്ണ് പിടിച്ച് നടക്കുന്ന ഓന് ആര് പെണ്ണ് കൊടുക്കാനാ? അപ്പം തന്തപ്പടി ബുദ്ധി പ്രയോഗിച്ച് ലച്ചുമോളെ അങ്ങ് വലിക്കാന്നേ. അനക്കറിയോ, ഹർഷനെ കൊണ്ട് ലച്ചുമോളെ കെട്ടിച്ച അയാളുടെ പേരിലുള്ള സ്വത്തും പിന്നെ അയാൾ പിടിച്ചു വച്ച സരോജേച്ചിയുടെ സ്വത്തും കൊച്ചിൻ്റെ പേരിൽ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ സരോജേച്ചി സമ്മതിച്ചില്ല. ഓൻ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയില്ലെന്ന് അവർക്കറിയാം. ആ സമയത്താ കിച്ചൻ സുതിക്കുഞ്ഞിൻ്റെ കാര്യം ചേച്ചിയോട് പറഞ്ഞത്. ആ പിശാചിന്ന് ലച്ചുവിനെ രക്ഷിക്കാൻ പഠിച്ചോ കൊണ്ടുവന്ന ആലോചന പോലെയാ ചേച്ചിക്ക് തോന്നിയത്. സൈനത്ത പറയുമ്പോൾ സരീവിൻ്റെ കണ്ണുകൾ നേരത്തെ ഭയത്തോടെ വിടർന്നു. അതേ മോളെ, അയാൾക്ക് എന്ത് ബോധമുണ്ടെന്ന് നോക്കിയേ. കൊച്ചു പെണ്ണിനെ അവന് വേണ്ടി ആലോചിക്കാൻ. അയാൾക്കടെ വാക്ക് ധിക്കരിച്ച് സുതിക്കുഞ്ഞിനെ കൊണ്ട് മംഗലം കഴിപ്പിക്കാൻ ചേച്ചി ഒരുങ്ങിയപ്പോൾ തന്നെ അയാൾക്ക് കലിപ്പായി. അതിൻ്റെ ചൊരുക്കാണ് പന്തലി കാണിച്ചു കൂട്ടിയത്. സൈനത്ത് പറയുമ്പോൾ സരയു വിരലുകൾ അനക്കി. സരോജം ഇത് വേറെ ആരോടും പറഞ്ഞില്ലേ? ഏയ് ഇല്ല, ലച്ചുമോക്ക് പോലും അറിയില്ല. ഞാൻ ഒരു ദിവസം കിടാവിന് തീറ്റ കൊടുക്കാൻ ചെന്നപ്പോൾ രണ്ടും കൂടി വലിയ തർക്കമായിരുന്നു. സരോജ ചേച്ചിയും ആ സദാനന്ദനും. ചേച്ചി തറപ്പിച്ചു പറഞ്ഞു ലച്ചുമോളെ അവനെപ്പോലുള്ള പെണ്ണിന് കൊടുക്കില്ലെന്ന്. അന്ന് ചേച്ചിയോട് കുറേ കയർത്ത് സംസാരിച്ചു. എന്നിട്ട് അവൻ പോയത്. പിള്ളേരെ അറിയിക്കേണ്ടെന്ന് ചേച്ചിയുടെ തീരുമാനമായിരുന്നു. ഓൻ്റെ പ്രാക്കായിരിക്കും സുതിക്കുഞ്ഞിനിങ്ങനെ വന്നത്. സൈനത്ത പറയുമ്പോൾ സരയു ശ്വാസമെടുത്ത് വിട്ടുകൊണ്ട് തുണികളെല്ലാം ബക്കറ്റിലേക്ക് വെച്ചു. അമ്പാടി കുഞ്ഞിനെയും കൊണ്ട് വന്നു കാണും അല്ലേ മോളെ? ബക്കറ്റുമായി പടവുകൾ കയറുമ്പോൾ ഓർമ്മപ്പെടുത്തലോടെ സൈനത്ത ചോദിക്കുമ്പോൾ സരയു മെല്ലെ തലകുലുക്കി. ആ പിന്നെ ലച്ചുമോളെ, ഒരു കാര്യമുണ്ട്. ഇപ്പോൾ കുഞ്ഞിനും അവളെ മതി. ലച്ചുമ്മയെന്ന് വിളിച്ച് പുറകെ നിൽക്കുമല്ലേ. ഓന് നല്ല ബുദ്ധിയാണ്, അതുകൊണ്ട് അറിയാം ഓൻ്റെ അമ്മയ്ക്ക് അച്ഛനെ നോക്കണം, അതുകൊണ്ട് സമയം തികയില്ലെന്ന്. സൈനത്ത പറയുന്നതിനൊപ്പം സരീവിൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. മോളെ, ദാ അവിടെയായിരുന്നു കാർത്തുമോള് മുങ്ങി മരിച്ചത്. ബക്കറ്റ് താഴെ വെച്ചുകൊണ്ട് അരികിലേക്ക് അല്പം കയറി സൈനത്ത പറയുമ്പോൾ സരിയു അവർക്കൊപ്പം ആ വരമ്പിലേക്ക് കയറി നിന്നു. മുങ്ങിച്ചാവാനുള്ള വെള്ളമൊന്നും ഇല്ലായിരുന്നെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നേ. പക്ഷെ നല്ല മഴയുണ്ടായിരുന്നു. ചിലപ്പോൾ അടിയൊഴുക്ക് കാണും. കൊച്ച് കാലുതെറ്റി വീണതായിരിക്കും. അന്ന് കിച്ചൻ്റെ അച്ഛനും ലച്ചുമോളുടെ അച്ഛനും കേസിന് പോയതാ. പക്ഷേ തുന്നിക്കേറിയ ഡോക്ടർ പറഞ്ഞത് മുങ്ങിമരണമാണെന്ന് തന്നെയാണ്. പിന്നെ ആരും അതിന് പിന്നാലെ പോയില്ല. അന്ന് പിള്ളേരും കൊച്ചല്ലേ. പറഞ്ഞുകൊണ്ട് അവർ വരമ്പത്തു നിന്നും ബക്കറ്റ് കയ്യിലേക്ക് എടുത്തു. ഓളുടെ മയ്യത്ത് കാണാനുള്ള യോഗം പോലും എനിക്കില്ലാണ്ട് പോയി. പഠിച്ചോണ്ട് തീരുമാനം. സൈനത്ത പറയുമ്പോൾ സരയു പുരുകുയർത്തി. കാത്തുമോള് മുങ്ങിച്ചാവുന്നതിന് കുറച്ച് മുൻപല്ലേ എൻ്റെ ഇക്ക മരത്തിൽ നിന്ന് വീണത്. സുതിക്കുഞ്ഞിനെപ്പോലെ തലയ്ക്ക് പിൻഭാഗം കല്ലിലടിച്ചല്ലേ വീണത്. കൂപ്പിലെ പിള്ളേരാരാണ്ട ആസ്പത്രിയിൽ എത്തിച്ചത്. കേട്ടറിഞ്ഞ് ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ അറിഞ്ഞില്ല കുഞ്ഞെ കാത്തുമോള് മയ്യത്തായ വിവരം. ഇക്കാനെ ഓപ്പറേഷൻ ചെയ്യാൻ അകത്ത് കയറ്റിക്കഴിഞ്ഞ് ആ പിള്ളേരാ പറഞ്ഞത്. അന്നത്തെ മാനസികാവസ്ഥ അത് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല. ഇക്ക ഭാഗ്യമുള്ളവനാ. കാത്തുമോടെ മരണമൊന്നും അറിഞ്ഞില്ല. അന്ന് തളർന്നു പോയതല്ലേ നാവും ശരീരവും. പിന്നെ നമ്മളായിട്ട് പറയാനും പോയില്ല. മുൻപേ നടക്കുന്നതിനൊപ്പം സൈനത്ത പറയുമ്പോൾ സരീവിൻ്റെ കണ്ണുകൾ ആ തിട്ടയിൽ ഉടക്കി നിന്നു.
എന്നാലും ആരായിരിക്കും കിച്ച ബുള്ളറ്റ് വന്നവൻ? സതീഷ് ബിയർ ബോട്ടിൽ വായിലേക്ക് കമിഴ്ത്തി കണ്ണ് കൂർപ്പിക്കുമ്പോൾ കിച്ചൻ അല്പം ഉയർന്ന പാറയ്ക്ക് മുകളിലിരുന്ന് ദൂരേക്ക് നോക്കി. ആ ചെറുക്കൻ ഇനി തോന്നിയതാണോ? സതീഷ് കുപ്പി താഴെ വയ്ക്കുമ്പോൾ പാറപ്പുറത്തിരുന്നു കൊണ്ട് കിച്ചനും ഒരു സിപ്പ് വായിൽ വെച്ചു. ഏയ്, ഒരിക്കലും അല്ല സതീഷേട്ടാ, അവനങ്ങനെ ഇല്ലാത്ത പറയില്ല. എന്നാലും നീ പറയും പോലെ ശ്രുതിക്കാരാടാ ശത്രുക്കൾ? അതും ഈ കുന്നു കയറി വന്നവനെ കൊല്ലാനും മാത്രം വൈരാഗ്യമുള്ളവൻ അതാരാ? നിന്നെയാണെങ്കിൽ പിന്നെയും വിശ്വസിക്കാം, നീ ഡൽഹി തേച്ചു മിനുക്കിയിട്ട് വന്ന ഏതെങ്കിലും പെമ്പിള്ളേരുടെ ആങ്ങളമാരാണെന്ന്. ഇത് പക്ഷെ അങ്ങനൊന്നും അല്ലല്ലോ. പോടോ മനുഷ്യ, തന്നെ കൂട്ടുപിടിച്ച് എന്നെ വേണം പറയാൻ. കിച്ചൻ പാറപ്പുറത്തു നിന്നും ചാടിയിറങ്ങി. ഹാ, പിണങ്ങാതെ ഇറക്കാം, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. സതീഷ് കുപ്പിയെടുത്ത് വായിലേക്ക് വെക്കുമ്പോൾ കിച്ചൻ അവനടുത്തേക്ക് വന്നിരുന്നു. സതീഷേട്ടാ, ഞാനൊരു സംശയം പറയട്ടെ. നമ്മളെ അറിയാവുന്ന ഒരു ശത്രുവാണെങ്കിലോ ഇത്? ആ ബുള്ളറ്റുകാരൻ തന്നെയാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ വ്യക്തമായി നമുക്ക് പിന്നിലുള്ള ഒരാളാണെങ്കിലോ? കിച്ചൻ നഖം കടിച്ചുകൊണ്ട് സതീഷിനെ നോക്കുമ്പോൾ അവൻ പുരുകു ഉയർത്തി. എടോ, ശ്രുതിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവൻ എന്തായാലും അയാൾക്കെതിരെ മൊഴി കൊടുത്തേനെ. അല്ലെങ്കിൽ നമ്മളോടാണെങ്കിലും നടന്നത് പറയും അല്ലേ? സതീഷ് മെല്ലെ തലയാട്ടി. അപ്പോൾ ജീവനോടെ ഉണ്ടെങ്കിൽ വീണ്ടും അവനെ ഇല്ലാതാക്കാൻ അയാൾ ശ്രമിക്കില്ലേ? ശ്രമിക്കും. സതീഷിൻ്റെ കണ്ണുകൾ തിളങ്ങി. പക്ഷേ ഇവിടെ അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ശ്രുതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാവുന്ന ആരോ ആണ് അതിന് പിന്നിലെന്നല്ലേ? ഞാൻ പറയാൻ കാരണം ശ്രുതിയുടെ നിലവിലെ അവസ്ഥ അറിയാവുന്നത് നമ്മൾ രണ്ടുപേരും മാത്രമാണ്. ഡാ, ഞാനൊന്നും അല്ല എൻ്റെ കൊച്ചിനെ കൊല്ലാൻ നോക്കിയത്. കിച്ചൻ പറഞ്ഞതും സതീഷ് കണ്ണ് തള്ളി. പോടോ, താൻ ഇനി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ തന്നെ ഞാനെടുത്ത് കൊക്കയിലിടും. എടോ, ഞാൻ പറഞ്ഞു വരുന്നത് തനിക്ക് മനസ്സിലായോ? ശ്രുതിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഡോക്ടർ നമുക്ക് മാത്രമാണ് തന്നിരിക്കുന്നത്, മറ്റാർക്കും അതറിയില്ല. അപ്പോൾ ശ്രുതി ഈ നിലയിൽ കിടന്നങ്ങ് പൊയ്ക്കോളുമെന്ന് ഉറപ്പുള്ള ഒരു വ്യക്തി അയാൾ നമുക്ക് പിന്നാലെ ഉണ്ട്. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു ആ വ്യക്തിക്ക് ശ്രുതിയെ ഇല്ലാതാക്കാൻ. പക്ഷേ എന്തുകൊണ്ട് അയാൾ അടങ്ങിയിരുന്നു? കിച്ചൻ ചോദിക്കുമ്പോൾ സതീഷ് അവൻ പറയുന്നതിന് പൊരുൾ അറിയാവുന്നതുപോലെ തല കുലുക്കി അവനെ നോക്കി. എടാ മോനെ, നീ പറഞ്ഞു വരുന്നത് ശ്രുതിക്ക് പ്രതികരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അയാൾ അടങ്ങിയിരിക്കുന്നതെന്നാണോ? എക്സാക്ട്ലി, അതാണ് സത്യം. അപ്പോൾ ഒളിഞ്ഞിരിക്കുന്നവനെ നമ്മുടെ തട്ടകത്തിലേക്ക് കൊണ്ടുവരണ്ടേ സതീഷേട്ടാ? കിച്ചൻ ചുണ്ടിൽ കൗശലം ഒളിപ്പിച്ച് ചിരിക്കുമ്പോൾ സതീഷ് ആവേശത്തിൽ തലകുലുക്കി. വേണം വേണം, അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സതീഷ് ചോദിക്കുമ്പോൾ കിച്ചൻ മീശ കടിച്ചു. അതൊക്കെ പറയാം. ഞാനൊരാളോ താനൊരാളോ മാത്രം വിചാരിച്ചാൽ അയാൾ പുറത്തു വരില്ല. അതിന് നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കണം. അമ്പാട്ടിയുടെ സഹായവും പ്രസാദേട്ടൻ്റെ സഹായവും എനിക്ക് വേണം. കിച്ചേട്ടാ, കിച്ചേട്ടാ. ആ നിമിഷം കുന്നിന് താഴെ നിന്നും അമ്പാടിയുടെ നിലവിളി ഉയർന്നു കേൾക്കുമ്പോൾ കയ്യിലിരുന്ന ബിയർ കുപ്പി തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് രണ്ടുപേരും താഴേക്കോടി. കിച്ചേട്ടാ, അടച്ചുകൊണ്ട് അവൻ്റെ ദേഹത്തേക്ക് കയറി പിടിച്ച അമ്പാടി. കിതപ്പും ഭയവും അവൻ്റെ വാക്കുകൾക്ക് വിലങ്ങ് തീർക്കുമ്പോൾ കിച്ചൻ അവനെ മുറുക്കി പിടിച്ചു. മോനെ അമ്പാടി, നീ കാര്യം പറ, മനുഷ്യനെ പേടിപ്പിക്കല്ലേ. കിച്ചൻ്റെ കണ്ണുകളിലും ഭയം നിറയുമ്പോൾ സതീഷ് അമ്പാടിയെ കിച്ചനിൽ നിന്ന് അകറ്റി. എടാ, നീ കിതയ്ക്കാതെ കാര്യം പറ, കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയോ? സതീഷ് സംശയത്തോടെ പിടിക്കുമ്പോൾ അണച്ചുകൊണ്ടില്ലെന്ന് കൈ ഉയർത്തി അമ്പാടി. പിന്നെന്താ? കിച്ചൻ്റെ കൈകൾ അവനെ വീണ്ടും മുറുക്കി. അതൊരാൾ നമ്മുടെ വീട്ടിൽ, അയാളുടെ കയ്യിൽ കത്തിയുണ്ട്, എല്ലാവരെയും അയാൾ കൊല്ലും. അതാരാ? കിച്ചൻ്റെ കണ്ണുകൾ വികസിക്കുമ്പോൾ ചെറുക്കൻ്റെ തല കുലുക്കി. അറിയില്ല കിച്ചേട്ടാ, കിച്ചേട്ടനെ വിളിച്ചുകൊണ്ട് വരാൻ അയാൾ പറഞ്ഞു. കത്തിയും കൊണ്ട് ചായപ്പിലിരിക്കുക, കിച്ചേട്ടനെ ഇന്ന് അയാൾ കൊല്ലും. ലച്ചു ചേച്ചി ഭയങ്കര കരച്ചിലാ. അമ്പാടി വീണ്ടും കുതിച്ചു. അമ്പാടി, നീ അന്ന് കണ്ട മനുഷ്യനാണോ അത്? കിച്ചൻ ഭയത്തോടെ ചോദിക്കുമ്പോൾ സതീഷിൻ്റെ കണ്ണുകളിലും ഭയം നിറഞ്ഞു. അല്ല, ഇതൊരു കിളവനാ. ലച്ചു ചേച്ചി മാത്രമേ ഉള്ളൂ അവിടെ. കിച്ചേട്ടൻ പെട്ടെന്ന് വാ. അമ്പാടി അണച്ചുകൊണ്ട് പാറക്കെട്ടിൽ നിന്ന് താഴേക്ക് ചാടുമ്പോൾ കിച്ചനും സതീഷും പരസ്പരം മനസ്സിലാകാതെ നോക്കി. ശേഷം അവനൊപ്പം താഴേക്ക് ചാടി. എടാ കുഞ്ഞ്, നീ എന്തു പണിയാ കാണിച്ചത്? ആ പെമ്പിള്ളേരെ അവിടെ തനിച്ച് നിർത്തിയിട്ടാണോ ഇങ്ങോട്ട് വന്നത്? അമ്പാടിയുടെ ബൈക്കിന് പുറകിൽ കയറി സതീഷ്
പരിഭ്രമത്തോടെ പറയുമ്പോൾ അവൻ തല തിരിച്ചു. മാമ, ലച്ചു ചേച്ചി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. സരേ ചേച്ചി സനിയത്തെയും അവിടെ ഇല്ല, തുണിയലക്കാൻ പോയിരിക്കുക. ആ ബെസ്റ്റ്, അതിലും കേമായി. സതീഷ് ബൈക്കിലിരുന്ന് തലകുടഞ്ഞു. മാമൻ പേടിക്കണ്ട, ഞാനും ലച്ചു ചേച്ചിയും കൂടി അങ്ങേരെ ചായപ്പിൻ്റെ തോണി പിടിച്ച് കെട്ടിയിട്ടു. ആ ധൈര്യത്തിലല്ലേ ഞാൻ വന്നത്. സതീഷ് കണ്ണു തല്ലിയതും അമ്പാടി കുറുമ്പോടെ ചിരിച്ചു. പിന്നല്ലാതെ, ആ കിളവൻ എഴുന്നേറ്റ് നിൽക്കാനുള്ള ത്രാണിയൊന്നുമില്ല. ആരെയോ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചതും ഞാനും ലച്ചു ചേച്ചി ശരിക്കും പേടിച്ചു പോയി. കാലുവേദന ഉണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്ക് മുട്ടുതിരുമാൻ കുനിഞ്ഞതും മുറ്റത്തെ അയക്കിടുന്ന സരയു ചേച്ചിയുടെ സാരി കൊണ്ട് ഞങ്ങൾ അയാളെ കീഴ്പ്പെടുത്തി. എന്നിട്ട് അമ്പാടി പറഞ്ഞു തീർന്നതും സതീഷ് ആകാംക്ഷയോടെ കണ്ണു തള്ളി. എന്നിട്ടെന്താ, ഞങ്ങൾ രണ്ടും കൂടി തൂണിപ്പിടിച്ച് കെട്ടിയിട്ടു. പിന്നെ കിച്ചേട്ടനെ വിളിക്കാൻ ഞാൻ പോയത്. തടിമില്ലിൽ ചെന്നപ്പോൾ പണിക്കാർ പറഞ്ഞു മാമൻ്റെ കൂടെ പോയെന്ന്. അപ്പോഴേ എനിക്കറിയാം കുന്നിൻ്റെ മുകളിൽ ചർച്ചയായിരിക്കുമെന്ന്. അതാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. ബൈക്കിനെതിരെ കാറ്റ് പിടിച്ച് അമ്പാടി പായുമ്പോൾ സതീഷ് പുറകിലിരുന്ന് നഖം കടിച്ചു. എന്നാലും അത് ആരായിരിക്കുമെടാ മാമ? എൻ്റെ ബലമായ സംശയം ആ കിളവൻ കിച്ചേട്ടനെ തേടി വന്നതായിരിക്കുന്ന. സുധിയേട്ടൻ്റെ ഊഴം കഴിഞ്ഞു, ഇനി അടുത്തത് കിച്ചേട്ടനാണെങ്കിലോ? പോടാ, ആവശ്യമില്ലാതെ പറയാതെ. സതീഷ് അവൻ്റെ പുറകിൽ മെല്ലെ ഒന്ന് കൊട്ടി. പിന്നല്ലാതെ, ആരെയോ കൊന്നിട്ട് ജയിലിലായിരുന്നു. ഇനി ഒരു അംഗത്തിന് ബാല്യമുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് തൊട്ടത് ഏതു മറ്റവനാണെങ്കിലും അവനെ ഞാൻ കൊല്ലുമെന്നൊക്കെ അയാൾ പറഞ്ഞത്. ആ വയ്യാണ്ട് കിടക്കുന്ന സുധിയേട്ടന് ഇനി എന്തോ ചെയ്യാനാ? ഇനി അവൻ്റെ ലക്ഷ്യം കിച്ചേട്ടനാണെങ്കിലോ? നമ്മളൊന്ന് സൂക്ഷിക്കണ്ടേ? അതുകൊണ്ട് പറഞ്ഞതാ മാമ. അമ്പാടി പറയുമ്പോൾ സതീഷ് അവൻ്റെ ഇരു തോളിലും മുറുക്കെ പിടിച്ചു. നീ ചുമ്മാ ഓരോന്ന് പറയില്ലേ ചെറുക്ക. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല മാമ, അയാൾ പറയുന്നത് കേട്ടതാ. എനിക്ക് തോന്നുന്നത് സേതുമാധവൻ്റെ കൂടെ ജയിലിലുണ്ടായിരുന്ന ആരെങ്കിലും ആയിരിക്കും. ഇനി സേതുമാധവനെ കൊന്നത് നമ്മളാണെന്ന് വല്ലതും കരുതി നമ്മളെ കൊല്ലാൻ വന്നതാണോ? അയ്യോ എൻ്റെ പിള്ളേർ. സതീഷ് അല്പം ശബ്ദമുയർത്തി നെഞ്ചിൽ കൈവച്ചു. പിള്ളേരെ ഓർത്ത് മാമൻ പേടിക്കണ്ട, പിള്ളേർക്ക് ഞാനുണ്ട്. അമ്പാടി തല മെല്ലെ ചിരിച്ചതും ആ തലയിൽ പതുക്കെ ഒന്നുന്തി സതീഷ്. പോടാ, എൻ്റെ കൈയും കാലും വിറയ്ക്കുക. നീ വണ്ടി നിർത്ത്. എടാ കിച്ച, വണ്ടി നിർത്തിക്കേ. സതീഷ് ഉറക്കെ പറയുമ്പോൾ മേലേപ്പാട്ട ഗേറ്റിന് മുൻപിൽ 2 ബൈക്കും നിന്നു. ആ നിമിഷം സതീഷ് ഭയത്തോടെ മുൻപിൽ നിൽക്കുന്ന കിച്ചനെ നോക്കിക്കൊണ്ട് വേഗത്തിലിറങ്ങി അവൻ അടുത്തേക്ക് വന്നു. എടാ കിച്ച, ആരായേതാ എന്നൊന്നും നമുക്കറിയില്ല. ചാകും മുൻപ് സേതുമാധവൻ പറഞ്ഞ് ഏൽപ്പിച്ചതാണെങ്കിൽ അയാളുടെ കയ്യിൽ ആയുധം കാണും. നമ്മൾ സൂക്ഷിക്കണം. താനിതെന്തുവാടോ ഈ പറയുന്നത്? കിച്ചൻ കണ്ണു തള്ളി ബൈക്കിൽ നിന്നിറങ്ങി. ഞാനല്ല, ഇവനാ പറഞ്ഞത്. അയാൾ ജയിലിൽ നിന്ന് വന്നതാണെന്ന്. നമുക്ക് ആ ജോർജ് കോശയെ അറിയിച്ചാലോ? സതീഷ് ഗേറ്റ് വഴി എത്തിക്കൊത്തി നോക്കുമ്പോൾ തോണി പിടിച്ചിരിക്കുന്ന ഒരു രൂപം കയ്യിലെ കെട്ടഴിക്കാനുള്ള ത്രാണി പോലും ഇല്ലാതെ തളർന്ന് കണ്ണടച്ചിരിക്കുന്നു. അയാൾക്ക് എണീറ്റ് നിൽക്കാൻ പോലുള്ള ആവതില്ലല്ലോ സതീഷേട്ടാ. കിച്ചൻ സതീഷിനിടയിൽ കൂടി ഗേറ്റിലേക്ക് തലയിടുമ്പോൾ ദൂരെ മാറി താടിക്ക് കൈകൊടുത്ത് നിൽക്കുന്ന ലച്ചുവിനെ കണ്ടു. ലച്ചു, കിച്ചൻ വിളിച്ചതും കൈ പതുക്കെ താഴ്ത്തി ചുറ്റും ഒന്ന് നോക്കി അവർക്കടുത്തേക്ക് ഓടി വന്നവൾ. കിച്ചേട്ടാ, അയാൾക്ക് സായിക്കൂട്ടനെ കാണണമെന്ന്. എൻ്റെ കുഞ്ഞാ, അവനെ കാണാതെ ഞാൻ പോവില്ലെന്ന് പറയുന്നു. ലച്ചു ദൂരേക്ക് കണ്ണു പായിച്ചതും കിച്ചൻ ഭയത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് കുഞ്ഞെവിടെ? അവനെ ഞാൻ സുധിയേട്ടൻ്റെ മുറിയിലിട്ട് പൂട്ടി. താക്കോലത് എൻ്റെ കയ്യിലുണ്ട്. ലച്ചു സാരിയുടെ ഇടുപ്പിൽ നിന്നും താക്കോൽ പുറത്തേക്കെടുത്തു. ആ, അത് നന്നായി. കിച്ചൻ ശ്വാസം എടുത്തു വിടുമ്പോൾ സതീഷ് ദൂരേക്ക് കണ്ണു കുറിപ്പിച്ചു. എടാ, ഇനി സായിക്കുട്ടൻ്റെ അച്ഛനാണോ അത്? ഈ പ്രായത്തിൽ അതൊക്കെ? സതീഷ് നഖം കടിച്ച് ആലോചിക്കുമ്പോൾ അമ്പാടി അടുത്തേക്ക് വന്നു. മാമ, അതിനങ്ങനെ പ്രായമൊന്നുമില്ല. ഇപ്പോൾ അതാണോ പ്രശ്നം? അയാളുടെ കൊച്ചാണെങ്കിൽ സരയു ചേച്ചിയും കുഞ്ഞിനെയും വേണമെന്നെങ്ങാനും പറഞ്ഞാൽ നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വരില്ലേ? അമ്പാടി പറഞ്ഞതും കിച്ചൻ ഞെട്ടലോടെ തല വെട്ടിച്ചു. പെട്ടെന്ന് തന്നെ എന്തോ ആലോചിച്ച പോലെ സതീഷിനെ നോക്കി. ഇല്ല സതീഷേട്ടാ, അയാളുടെ കുഞ്ഞൊന്നും ആകാൻ വഴിയില്ല. ലച്ചു, സരയു ചേച്ചി എവിടെ? കിച്ചൻ്റെ കണ്ണുകൾ അകത്തേക്ക് നീണ്ടു. തുണി നനച്ച് വന്നില്ല ഇതുവരെ. സരേച്ചിയെ തിരികെ വന്നതാണെങ്കിൽ ചേച്ചി ഉപദ്രവിക്കൂ കിച്ചേട്ടാ.
ലച്ചു ഭയത്തോടെ അവിടേക്ക് നോക്കി. കണ്ടിട്ടൊരു പാവം പോലെയും തോന്നുന്നു. ലച്ചുവിൻ്റെ കണ്ണുകളിൽ അല്പം ദയനീയത നിറഞ്ഞു. പിന്നെ മേലേപ്പാട്ടെ വീട്ടിൽ കയറി കളിച്ചാൽ അയാൾ പുറംലോകം കാണില്ല. നീ വാടാ അമ്പാടി. കിച്ചനും അമ്പാടിയും മുൻപോട്ട് നടന്നതും സതീഷ് കൈ മുകളിലേക്ക് ഉയർത്തി. എൻ്റെ കണ്ണ, ഒരൊറ്റ വള്ളിക്കെട്ടും പുറത്തു പോകാതെ എല്ലാം കൃത്യമായിട്ട് ഞങ്ങളുടെ തലയിൽ തന്നെ എങ്ങനെ കൊണ്ടുവന്നിടുന്നു. ഇനി ഈ വന്ന് മാറണ ഏതാണാവോ? ഒന്ന് വാ സതീഷേട്ടാ. ആ നിമിഷം ലച്ചു അവൻ്റെ കയ്യിൽ ആയത്തി പിടിച്ചു വലിച്ചു. വരുവാ കൊച്ചേ. മര്യാദയ്ക്ക് ആ അമ്പല കമ്മിറ്റി കൈയിട്ട് വാരി നടന്ന ഞാനാ. എനിക്കെന്തിൻ്റെ കേടായിരുന്നു. ലച്ചുവിനൊപ്പം മുൻപോട്ട് ചെന്നവൻ കിച്ചനും അമ്പാടിക്കും പിന്നിലായി നിന്നു. വിളിക്കട അയാളെ. സതീഷ് പുറകിൽ കിച്ചനെ ഒന്ന് കുത്തിയതും കിച്ചൻ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് അയാളുടെ തോളി തട്ടി. അതെ, ഒന്ന് എഴുന്നേറ്റേ. കിച്ചൻ തട്ടിയതും ഉറക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെ കണ്ണ് തുറന്നയാൾ കിച്ചനെ മുൻപിൽ കണ്ടതും ആ കണ്ണുകൾ വികസിച്ചു. കിച്ച, മോനെ. അയ്യോ, ഇത് കിച്ചേട്ടനുള്ള കൊട്ടേഷൻ തന്നെ. ഇപ്പം കത്തിയെടുക്കും കിച്ചേട്ടാ. അമ്പാടി കിച്ചൻ്റെ കയ്യിൽ മുറുക്കി പിടിക്കുമ്പോൾ രണ്ടടി പുറകോട്ട് വെച്ച് രണ്ടുപേരും. പുറകിൽ സതീഷൻ ലച്ചുവും. നിങ്ങൾക്കെങ്ങനെ എൻ്റെ പേരറിയാം? പുറകോട്ട് നീങ്ങുന്നതിനനുസരിച്ച് കിച്ചൻ്റെ പുരുകുയർന്നു. ആദ്യം എൻ്റെ കെട്ടഴിച്ചു വിട്, എന്നിട്ട് ഞാനൊന്ന് എഴുന്നേക്കട്ടെ. കൈയൊക്കെ വേദനിക്കുന്നു. ആ സാരിയിൽ കൈയിട്ട് ഉഴറ്റി അയാൾ. അങ്ങനെ കെട്ടൊന്നും അഴിച്ചുവിടാൻ പറ്റില്ല. അമ്പാടിയുടെ ശബ്ദം ഉയർന്നതും അയാൾ പുരുകുയർത്തി. എടാ കൊച്ചനെ, 2 പേരുടെ പള്ളയ്ക്ക് പുഷ്പം പോലെ കത്തികയറ്റി ജയിലിൽ പോയവനായി റഷീദ്. നീ ഈ സാരി കൊണ്ട് എന്നെ ചുറ്റിയപ്പോൾ ഞാനൊന്ന് പിടിച്ചാൽ മതി, നീ നുറുങ്ങായി ഇവിടെ കിടക്കും. എന്നോടാ നിൻ്റെ കളി. അഴിക്കടാ ഇത്. ആ നിമിഷം നേരത്തെ ചിരിയോടെയാണ് അയാൾ. അല്ല, നമ്മുടെ റഷീദൊക്കെ അമ്പാടിയോട് പറഞ്ഞത്? കിച്ചേട്ടാ. അമ്പാടി ചുണ്ടും കണ്ണും കൂർപ്പിച്ച് കിച്ചനെ നോക്കിയതും അവനത് അഴിക്കാമെന്ന് സതീഷിനെ അമ്പാടിയെ കണ്ണ് കാണിച്ചു. 3 പേരും മുൻപോട്ട് നടന്നതും ലച്ചു ഭയത്തോടെ നോക്കി. സൂക്ഷിച്ച്. ലച്ചു ചെറുവിറവലോടെ നിൽക്കുമ്പോൾ അമ്പാടി പതുക്കെ കെട്ടഴിച്ചു തുടങ്ങി. ആ നിമിഷം അവനും ലച്ചുവിനും പ്രൊട്ടക്ഷൻ പോലെ കിച്ചനും സതീഷും നിന്നു. എന്തൊരാശ്വാസം. കുഞ്ഞെ, നീ പോയി ഇത്തിരി വെള്ളം എടുത്തോണ്ട് വന്നേ. റഷീദക്ക കൈ രണ്ടും മടച്ച് മുൻപോട്ടാക്കി ലച്ചുവിനോടത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ കിച്ചണിൽ വന്നു നിന്നു. ഞാനൊന്നും ചെയ്യില്ല കുഞ്ഞെ, നീ പോയി വെള്ളം എടുത്തോണ്ട് വാ. റഷീദ് പറയുമ്പോൾ കിച്ചൻ വെള്ളം കൊണ്ടുവരാൻ ലച്ചുവിനെ കണ്ണു കാണിച്ചതും പേടിച്ചാണെങ്കിലും തിരിഞ്ഞു നോക്കി അകത്തേക്ക് ഓടിപ്പോയി അവൾ. ഉള്ളത് പറഞ്ഞ ഇന്നലെ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. ആരാടാ മോനെ എൻ്റെ കുഞ്ഞിനെ ഈ നിലയിലാക്കിയത്? നീ പറ. ഈ റഷീദക്കയുടെ ജാതകത്തിൽ ഒരു കൊലപാതകം കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. എഴുന്നേറ്റ് വന്ന് കിച്ചൻ്റെ 2 തോളിലും പിടിച്ച റഷീദ്. നിങ്ങളാരാ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? കിച്ചൻ്റെ പുരുകുയരുമ്പോൾ അവൻ്റെ ഇരുവശത്തേക്ക് ചേർന്ന് നിന്നു സതീഷും അമ്പാടിയും. ആ നിമിഷം ഗേറ്റിൻ്റെ വശത്ത് കേൾക്കുന്ന കാൽപ്പെരുമാറ്റത്തിലേക്ക് പോയി റഷീദിൻ്റെ കണ്ണിൽ. സരയൂ. അയാളുടെ നാവ് മാന്ത്രിക്കുന്നതിനൊപ്പം കിച്ചണിൽ നിന്ന് കൈയെടുത്തയാൾ. ആ നിമിഷം ഭയത്തോടെ മൂവരുടെയും കണ്ണുകൾ അവിടേക്ക് നീണ്ടു. കിച്ച. സതീഷ് അവൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് സരീവിനെ നോക്കുമ്പോൾ അവളുടെ കയ്യിലിരുന്ന ബക്കറ്റ് താഴേക്ക് വീണു. ഒപ്പം അവളുടെ നെഞ്ചുയർന്നു പൊങ്ങി. ഉപ്പാൻ്റെ മോളെ. ഒരു വിളിയോടെ അയാൾ വയ്യാത്ത കാലും വലിച്ച് മുൻപോട്ട് ആഞ്ഞതും അമ്പാടി കണ്ണ് തള്ളി. ഉപ്പാൻ്റെ മോളോ? അപ്പോൾ ഈ ചേച്ചി മുസ്ലിമാണോ? എനിക്കറിയില്ല. സതീഷ് കൈമലർത്തി കിച്ചനെ നോക്കി. നിനക്ക് വല്ലതും അറിയോടാ? കിച്ചൻ ഇല്ലെന്ന് തലകുലുക്കുമ്പോൾ തേങ്ങലോടെ അയാളുടെ നെഞ്ചിലേക്ക് സരയു വീണ് കഴിഞ്ഞു. അപ്പോൾ ഇത് സരയുവിൻ്റെ അച്ഛനാണോ? പക്ഷെ ശ്രുതി പറഞ്ഞത് അച്ഛൻ സരയുവിനെ. സതീഷ് ഒന്നും മനസ്സിലാകാതെ വീണ്ടും നഖം കടിക്കുമ്പോൾ കിച്ചൻ അവനെ നോക്കി. എനിക്കൊന്നും അറിയില്ല സതീഷേട്ടാ. അകത്ത് കിടക്കുന്നവൻ പറഞ്ഞു തന്നതിൽ കൂടുതൽ എനിക്കൊന്നും അറിയില്ല. ഇങ്ങനൊരു അച്ഛൻ. കിച്ചൻ്റെ കണ്ണുകൾ നാലുപാടും പായുമ്പോൾ ലച്ചു വെള്ളവും കൊണ്ട് പുറത്തേക്ക് വന്നു. മുൻപിൽ നടക്കുന്നതിനെ കണ്ട് കണ്ണു തള്ളി കിച്ചനെയും സതീഷിനെയും മാറി മാറി നോക്കിയവൾ. സരയു ചേച്ചിയുടെ അച്ഛനാ ലച്ചു അത്.
അമ്പാടി പറയുമ്പോൾ ലച്ചു വീണ്ടും കണ്ണു തള്ളി. ഇനി ആ അച്ഛൻ സരയു ചേച്ചിയെ കൊണ്ടുപോകുമോ അകിച്ചേട്ടാ? അമ്പാടിയുടെ ചോദ്യത്തിനനുസരിച്ച് കിച്ചൻ തലയാട്ടുമ്പോൾ സൈനുത്ത ലച്ചുവിനടുത്തേക്ക് പതുക്കെ വന്നു. ആരാ മോളേത്? അറിയില്ല. ലച്ചുവിൻ്റെ കയ്യിലിരുന്ന വെള്ളം വിറകൊള്ളുമ്പോൾ റഷീദ് സരീവിനെയും കൊണ്ട് മുൻപോട്ട് വന്നു. എനിക്കറിയാം, ഞാൻ ആരാണെന്നുള്ള സംശയമല്ലേ ഈ മുഖങ്ങളിലെല്ലാം തെളിഞ്ഞു നിൽക്കുന്നത്? റഷീദ് ചോദിക്കുന്നതനുസരിച്ച് ലച്ചുവിൻ്റെ കയ്യിൽ നിന്നും ഒരു മൊന്ത നിറയെ മോരും വെള്ളം കുടിച്ചുകൊണ്ട് കുറ്റിമീശയിൽ പതിഞ്ഞ വെളുത്ത തുള്ളികൾ തുടച്ച് എല്ലാവരെയും മാറി മാറി നോക്കുകയാണ് അയാൾ. ശേഷം ചുണ്ടിൽ ചെറു ചിരിയോട് പറഞ്ഞു തുടങ്ങി. ഉപ്പ എന്ന പദവി നേടാൻ ജന്മം കൊടുക്കണമെന്നില്ല മക്കളെ. ജന്മം കൊടുക്കാതെ ഞാൻ ഇവൾക്ക് ഉപ്പയായി. എനിക്കറിയാം, ചില കാര്യങ്ങൾ ശ്രുതി നിങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചിട്ടുണ്ട്. ഒന്നും മനഃപൂർവ്വമല്ല. എൻ്റെയും അവൻ്റെയും സാഹചര്യം അതൊക്കെ അങ്ങനെ ആയിപ്പോയി. ആ അതൊക്കെ പോട്ടെ, എനിക്ക് അവനെ ഒന്ന് കാണണം. റഷീദക്കയുടെ കണ്ണുകൾ കിച്ചണിൽ വന്നു നിന്നു. എന്നെ വിശ്വാസമാണെങ്കിൽ മാത്രം ഞാനിന്ന് കയറി കണ്ടോട്ടെ അവനെ. റഷീദക്ക ദയനീയമായി നോക്കുമ്പോൾ സരീവിൻ്റെ കണ്ണുകൾ കിച്ചണിൽ വന്നു നിന്നു. ആ നോട്ടത്തിൽ അനുവാദം കൊടുക്കാനുള്ള യാചനയുണ്ടായിരുന്നു. ലച്ചു, മുറി തുറന്നു കൊടുക്ക്. കിച്ചൻ പറയുമ്പോൾ റഷീദക്ക കുടിച്ച മൊന്ത സൈനുത്തയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ലച്ചു ഇടുപ്പിൽ നിന്നും താക്കോലെടുത്ത് നേർത്ത സംശയത്തോടെ അകത്തേക്ക് കയറുമ്പോൾ സരീവിൻ്റെ കൈ പിടിച്ച് റഷീദക്കയും അകത്തേക്ക് കയറി. താക്കോൽ ഉപയോഗിച്ച് ഡോർ തുറക്കുന്ന ലച്ചുവിനെ ആ നിമിഷം സരയു സംശയത്തോടെ നോക്കി. അത് ഈ മാമനെ പേടിച്ച് ഞാൻ പൂട്ടിയതാ, ലച്ചു ചമ്മലോടെ പറയുമ്പോൾ റഷീദ് ഉറക്കെ ഒന്ന് ചിരിച്ചു. ആ നിമിഷം ഡോർ തുറക്കുമ്പോൾ തന്നെ ഓടി വന്ന സായിക്കുട്ടനെ ലച്ചു എടുക്കുമ്പോൾ വിതുമ്പുന്ന ചുണ്ടോടെ തലയിൽ മെല്ലെ തലോടി അയാൾ. ഒത്തിരി വളർന്നു എൻ്റെ കുട്ടി അല്ലേ? ഉപ്പുപ്പാനും മോന് ഓർമ്മയുണ്ടോ? അയാളുടെ ചോദ്യത്തിനനുസരിച്ച് കണ്ണിറുക്കി കാണിച്ചവൻ അമ്പാടിയുടെ കയ്യിലേക്ക് ചാടുമ്പോൾ നേർത്ത വിഷാദം നിറഞ്ഞ ചിരിയോടെ അകത്തേക്ക് കയറി റഷീദക്ക. മോനെ സുധി, നിന്നെ ഇങ്ങനെ കാണാനാണോടാ ഈ റഷീദക്ക ജയിലിൽ നിന്ന് വന്നത്? സുധിയുടെ കിളിർത്തു വരുന്ന കുറ്റിമുടിയിൽ അയാൾ മെല്ലെ വിരലോടിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ രണ്ടു വശത്തുകൂടി നിറഞ്ഞൊഴുകി. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൂട്ടാൻ ഞാൻ വരുമെന്ന് പറഞ്ഞു പോയതല്ലേ നീ? ആ ഇറങ്ങിയ ഉടനെ എൻ്റെ കണ്ണുകൾ തിരിഞ്ഞത് തന്നെയാണ്. പക്ഷേ എൻ്റെ കുട്ടി ഇവിടെ ഇങ്ങനെ ഒരവസ്ഥയിലായിരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ആരാണ് നിന്നെ ഇങ്ങനെ നോവിച്ചത്? റഷീദ് ആകാംക്ഷയോടെ അവനെ നോക്കുമ്പോൾ കിച്ചൻ അടുത്തേക്ക് വന്നു. സംസാരിക്കില്ല, നമ്മൾ പറയുന്നതെല്ലാം മനസ്സിലാവുണ്ടെന്നുള്ളൂ. കിച്ചൻ പറയുമ്പോൾ റഷീദ് ശ്വാസമൊന്ന് എടുത്തു വിട്ടു. ഞാനത് ഓർത്തില്ല കുഞ്ഞെ. മോനെ സുധി, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരിക്കൽ ഞാൻ എൻ്റെ മോളെയും കുഞ്ഞിനെയും നിന്നെ ഏൽപ്പിച്ചു. തിരിച്ചു വരുമ്പോൾ നിനക്ക് ബാധ്യതയാവാതെ കൊണ്ടുപോയിക്കോളാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? കൊണ്ടുപോയിക്കോട്ടെ അവളെയും കുഞ്ഞിനെയും. ഈ അവസ്ഥയിൽ ഇക്കാതിനെ ഉപേക്ഷിക്കുന്നതല്ല. ഇവരുടെയൊക്കെ മുൻപിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ഒരധികപ്പറ്റാവും. അതുകൊണ്ടാണ്. റഷീദൊക്കെ പറയുന്നതനുസരിച്ച് സുധിയുടെ കൺകോണിൽ നനവ് പടരുമ്പോൾ സരയു ഒരു ഞെട്ടലോടെ അയാളെ നോക്കി. എടുക്കാനുള്ളതൊക്കെ എടുത്തോ മോളെ, നമുക്ക് പോകാം. പോയിട്ടിടയ്ക്ക് വരാം. അയാൾ പറഞ്ഞതും എന്തു പറയണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന പെണ്ണിൻ്റെ കണ്ണുകൾ കിച്ചണിലും സതീഷിലും വന്നു നിന്നു. ആ നിമിഷം സൈനുത്തെയും ലച്ചുവും പകപ്പോടെ പരസ്പരം നോക്കി. കിച്ച, സതീഷ് നടന്നത് പറയാൻ കണ്ണു കാണിച്ചതും കിച്ചൻ ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് മുൻപോട്ടാഞ്ഞതും റഷീദ് അതിനു മുൻപേ പറഞ്ഞു തുടങ്ങി. മോനെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ സുധിയെ ഏൽപ്പിച്ചതാണ്, മോളെയും കുഞ്ഞിനെയും. എനിക്കറിയാം ഇനി നിങ്ങൾക്കൊക്കെ അവളൊരു ബാധ്യതയാകുന്നു. ആരായേതാ എന്നൊന്നും അറിയാത്ത ഒരു പെണ്ണല്ലേ. ഇനി പേടിക്കണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം അവളെ. അതിനും കൂടിയാണ് ഞാൻ വന്നത്. റഷീദ് നേരത്തെ ചിരിയോടെ പറയുമ്പോൾ പറയാൻ വന്നത് പുറത്തേക്ക് വരാതെ ശ്വാസം പിടിച്ചു കിച്ചൻ. ആ നിമിഷം ലച്ചു അവൻ്റെ കയ്യിൽ പിടിച്ചു. പറ കിച്ചേട്ടാ, സുധിയേട്ടൻ്റെ ഭാര്യയാണ് സരേച്ചെന്ന് പറയാം. ലച്ചു അവൻ കേൾക്കാനായി പതുക്കെ പറയുമ്പോൾ വീണ്ടും കിച്ചൻ പറയുവാനായി മുൻപോട്ടാഞ്ഞതും ഫാനുമ്മയും ദേവമ്മയും കൂടി അകത്തേക്ക് വന്നത് ഒരുമിച്ചാണ്. എൻ്റെ മരുമോളെയും കൊച്ചുമോനെ ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ
ആ കിടക്കുന്ന അവളുടെ ഭർത്താവിൻ്റെ അനുവാദം കൂടി വാങ്ങണമല്ലോ റഷീദെ. ചിരിയോടെ ഫാനുവും അകത്തേക്ക് കയറുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അവരിലേക്ക് നീണ്ടു. ശേഷം ആ കണ്ണുകൾ പുറകെ വരുന്ന വെളുത്ത കുപ്പായി ഇട്ടവനിലേക്ക് നീളുമ്പോൾ കിച്ചനിലും സതീഷിലും അയാൾ ആരെന്നുള്ള സംശയവും. എന്നാൽ റഷീദിൽ ഫാനൂമ്മയുടെ വാക്കുകൾ കേട്ടതിൻ്റെ പകപ്പായിരുന്നു. പകപ്പ് മാറും മുൻപേ തന്നെ റഷീദിൻ്റെ കണ്ണുകൾ സരയുവിലേക്ക് പാളുമ്പോൾ ചെറുനാണത്തോടെ മിഴികൾ വെട്ടിച്ചവൾ സുധിയുടെ കയ്യിൽ മെല്ലെ പിടിച്ചു. അവൾക്ക് മനസ്സിലാകാൻ പാകത്തിന് അയാളുടെ ശബ്ദവും കണ്ണും സത്യം ആരായുമ്പോൾ നാണത്തോടെ ചുണ്ട് കടിച്ചവൾ തലകുലുക്കി. വല്യമ്മേ. ആ നിമിഷം കിച്ചൻ സംശയത്തോടെ അവർക്കടുത്തേക്ക് നീങ്ങുമ്പോൾ ഭാനുമതിയമ്മ ചിരിയോടെ പുറകോട്ട് നോക്കി. കിച്ച, ഈ കള്ളനെല്ലാം ഞങ്ങളോട് പറഞ്ഞു. ഇവനും റഷീദും സരീവിനെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണെന്ന് ഫാനുമ്മ പറയുമ്പോൾ പുറകെ വന്ന് സരോജമ്മ സരീവിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. പിന്നെ മേലേപ്പാട്ടെ കൊച്ചിനെ അങ്ങ് കൊടുത്തു വിടുവല്ലേ. അവരിൽ ചെറിയ കുസൃതിയും വാത്സല്യവും നിറയുമ്പോൾ റഷീദ് കണ്ണു തുടച്ചു. ഇത് സതീഷ് സംശയത്തോടെ അവനെ നോക്കുമ്പോൾ അമ്മമാർക്കിടയിൽ കൂടി അകത്തേക്ക് വന്നവൻ. അണ്ണ, ഞാൻ തൊരപ്പൻ. ശേ, അല്ല, മമ്മദ്. സുധി അണ്ണൻ്റെ ചങ്ങാതിയാ. കുറച്ചുനാൾ നാട്ടിലില്ലായിരുന്നു. പുറത്തായിരുന്നോ? സതീഷ് പുരുകുയർത്തി. അല്ല, അകത്തായിരുന്നു. ചിരിച്ചുകൊണ്ടവൻ സുധിയുടെ അടുത്തേക്ക് നീങ്ങി ആ കയ്യിൽ പതുക്കെ പിടിച്ചു. അണ്ണ, ഞാൻ ജയിലിലായിപ്പോയി. അല്ലെങ്കിൽ കാണായിരുന്നു. അണ്ണനെ ഈ നിലയിൽ എത്തിച്ചവനെ ഞാൻ തന്നെ കുത്തിക്കൊന്നേനെ. ചെയ്യാത്ത ഒരുപാട് കുറ്റങ്ങൾ എൻ്റെ തലയിൽ വരുന്നുണ്ട്. എന്നാൽ പിന്നെ ഒരെണ്ണം ചെയ്ത് അന്തസ്സോടെ ജയിലിൽ പോകണം. തൊരപ്പൻ വീറോടെ പറയുമ്പോൾ അമ്പാടി കിച്ചനെ പുറകിൽ നിന്ന് കുത്തി. കിച്ചേട്ടാ, ഈ സുധിയേട്ടൻ ഗുണ്ട വല്ലതും ആയിരുന്നോ? നമ്മളറിയാതെ കോയമ്പത്തൂരിലെ ഡോൺ അങ്ങനെ വല്ലതും? ഈ ഉസ്താദ് സിനിമയിൽ മോഹൻലാലിനെ പോലെ? അമ്പാടി പറഞ്ഞതും കിച്ചൻ പുറകോട്ട് തലചരിച്ചു. ഏയ്, ഇനി ആണോടാ? ആയിരിക്കും കിച്ചേട്ടാ. അമ്മാതിരി ഐറ്റംസ് അല്ലേ കാണാൻ വന്നിരിക്കുന്നത്. ജയിലൊക്കെ അമ്മ വീട് പോലെയാണെന്നല്ലേ പറയുന്നത്? ഡോൺ ഉസ്താദ് സുധീഖാൻ, നല്ല പേര് അല്ലേ കിച്ചേട്ടാ? പോടാ. കിച്ചൻ പല്ല് കടിച്ചുകൊണ്ട് തൊരപ്പനെ നോക്കി. ഇതൊക്കെ ആരാണാവോ? എവിടുന്ന് വരുന്നോ? ഇനി ഇവൻ പറയുന്നത് പോലെ ഇങ്ങനെ ഡോൺ ആണോ? കിച്ചൻ ഉണ്ടക്കണ്ണം പിടിച്ച് സുധിയെ അടിമുടി നോക്കുമ്പോൾ തൊരപ്പൻ സുധിയുടെ കയ്യിൽ പതുക്കെ പിടിച്ചു. അണ്ണനിനി പേടിക്കണ്ട, ഞങ്ങൾ കൂടെയുണ്ട്. ജീവൻ പോയാലും പിള്ളേർക്കൊന്നും സംഭവിക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം. തൊരപ്പിൻ്റെ കണ്ണുകൾ കിച്ചണിലേക്കും അമ്പാടിയിലേക്കും നീണ്ടു. അണ്ണൻ പറഞ്ഞു, നിങ്ങളെയൊക്കെ എനിക്കറിയാം. പിന്നെ 1-2 തവണ അണ്ണൻ്റെ കൂടെ വീട്ടിലും വന്നിട്ടുണ്ട് ഞാൻ. അമ്മയ്ക്ക് എന്നെ നന്നായി അറിയാം. അവൻ്റെ കണ്ണുകൾ ചിരിയോടെ ഫാനോമ്മയിലേക്ക് നീണ്ടു. കിച്ച, ഞങ്ങൾ 3 പേരും കൂടി കോവിലിൽ പോയിട്ട് വരുമ്പോഴാണ് ഇവൻ കാറും കൊണ്ട് വരുന്നത്. ഇക്ക ഇവിടെ കൊണ്ടുവന്ന് വിട്ടപ്പോഴാണ് കുഞ്ഞിനെ കാണുന്നത്. അപ്പോഴാണ് ഓർത്തത് അവനൊരു മുട്ടായി പോലും മേടിച്ചില്ലല്ലോ എന്ന്. അതുകൊണ്ട് അവന് കുറച്ച് പലഹാരം മേടിച്ചുകൊണ്ട് വരാൻ പോയതാണ് ഞാൻ. അപ്പോഴല്ലേ 3 അമ്മമാരും കൂടി ആടിപ്പാടി വരുന്നത്. സരയൂപ്പങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പുറം പൊളിച്ച് ഒരൊറ്റ അടിയായിരുന്നു. തൊരപ്പം പറയുമ്പോൾ ഫാനുമ്മ മെല്ലെ ചിരിച്ചു. പിന്നെ അല്ലാതെ, അന്ന് സരയുവിനെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോയതാ ഇവൻ. എന്നിട്ടിപ്പോൾ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. അല്ല പിന്നെ. ഫാനുമ്മയുടെ കണ്ണുകൾ സുധിയിലേക്ക് നീണ്ടു. ഞാനിടയ്ക്ക് ഇവനോട് ചോദിക്കും, മമ്മദ് കൊച്ച് എന്തിയെന്ന്. അന്നേരം ഈ കള്ളൻ എന്തൊക്കെ നുളകളാണെന്നോ എന്നോട് പറയുന്നത്. ഇപ്പം എല്ലാം ഇവനെ കൊണ്ട് പറയിപ്പിച്ച് ഞങ്ങൾ, അല്ലേ സരോജെ? ഫാനുമ്മയുടെ കണ്ണുകൾ സരോജയിലേക്ക് നീണ്ടു. അതെങ്ങനെ ഫാനു ചേച്ചി? ഇവനേക്കാൾ വലിയ കള്ളനല്ലേ ഈ കിടക്കുന്നത്? പറഞ്ഞ നുണകൾ മൊത്തം എല്ലാവരും വിശ്വസിച്ചു. ഇവളോട് വല്ലതും ചോദിച്ചിട്ട് കാര്യമുണ്ടോ? സുധി എന്തു പറയുന്നു അതേപടി അനുസരിക്കും. ചിരിയോടെ സരയുവിൻ്റെ മുടിയിൽ പതുക്കെ തലോടി സരോജമ്മ. മോളെ, ഉപ്പയ്ക്ക് ചായ കൊടുത്തോ? ആ നിമിഷം ദേവമ്മ ചിരിയോടെ ലച്ചുവിനോട് ചോദിക്കുമ്പോൾ മെല്ലെ തല കുലുക്കി അവൾ. സംഭാരം കൊടുത്തു. എന്നാ വാ, നമുക്ക് ചായ ഇടാം. ഇവർ സംസാരിക്കട്ടെ. വാ മോളെ. ദേവമ്മ പുറത്തേക്ക് ഇറങ്ങുന്നതിനൊപ്പം സരയുവിനെ കൂടി വിളിച്ചു. എല്ലാവരും ഒഴിഞ്ഞപ്പോൾ റഷീദ് സുധിയുടെ അടുത്തേക്ക് നീങ്ങി. മോനെ, ഒരിക്കലും ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല എൻ്റെ മോളെ ജീവിതത്തിലേക്ക് കൂട്ടണമെന്ന്. നീ നല്ലവനാ, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയോടെ ജന്മം കൊണ്ടവൻ. ആരെങ്കിലും നിർബന്ധിച്ചതാണെങ്കിൽ പോലും ആണെങ്കിൽ മോൻ പറ, ഇക്ക ഇവളെയും കൊണ്ട് പോയിക്കോളാം. റഷീദ് സുധിയുടെ കയ്യിൽ പിടിക്കുമ്പോൾ കിച്ചൻ അയാൾക്കടുത്തേക്ക് നീങ്ങി. ആരും ആവശ്യപ്പെട്ടതോ നിർബന്ധിച്ചതോ അല്ല. മനസ്സാലെ ചേച്ചിയെ ജീവിതത്തിലേക്ക് കൂട്ടാൻ പോയതാ. പക്ഷേ പാഴ്ത്തി വഴിയിൽ ദൈവം അല്പം ക്രൂരത കാണിച്ചു. കിച്ചൻ കണ്ണു വെട്ടിക്കുമ്പോൾ
റഷീദും തുരപ്പനും സംശയത്തോടെ അവനെ നോക്കി. അത് പിന്നെ കിച്ചൻ പറയാൻ മടിച്ചതും റഷീദ് പതുക്കെ ചിരിച്ചു. എന്തേ മക്കളെ, ഇപ്പോഴും നിങ്ങൾക്കെന്നെ സംശയമാണോ? സംശയിക്കണ്ട. സരേവിനോ സുധിക്കോ ഇപ്പം നിങ്ങൾക്കോ ഒരാപത്ത് പോലും വരുത്താൻ ഈ റഷീദ് ഒന്നും ചെയ്യില്ല. പറഞ്ഞുകൊണ്ട് റഷീദ് പറഞ്ഞതും സതീഷ് കിച്ചൻ്റെ കയ്യിൽ പിടിച്ചു. അതല്ലിക്ക, ഇപ്പം പേടിയാ. ഞങ്ങൾക്ക് ശത്രുവാരാ മിത്രവാരാ എന്നൊന്നും തിരിച്ചറിയാൻ കഴിയില്ല. കൂടെ നിൽക്കുന്നവർ തന്നെ ശത്രുക്കളാണോ എന്ന് തോന്നിപ്പോവാ. സതീഷ് പതുക്കെ മുൻപോട്ട് വന്ന് സുധിയുടെ തലയിൽ പതുക്കെ തലോടി. പക്ഷെ ഒന്നറിയാം, ഇവൻ്റെ നന്മ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്ന്. അല്ലെങ്കിൽ ഇവൻ്റെ ചുണ്ടിൽ ഇങ്ങനെ ഈ പുഞ്ചിരി നിൽക്കുമോ? സതീഷ് പറയുമ്പോഴും സുധിയുടെ ചുണ്ടിൽ നേരിയ പുഞ്ചിരി നിറഞ്ഞു നിന്നു. അണ്ണ, സുധിയണ്ണൻ എന്നെ കല്യാണത്തിന് വിളിച്ചതാ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ പെങ്ങളുടെ കാര്യങ്ങളും എന്നോട് പറയായിരുന്നോ? പക്ഷെ 1 മാസം മുൻപുണ്ടായ ആ കള്ളക്കേസിൻ്റെ പുറത്ത് ഞാൻ 14 ദിവസം റിമാൻഡിലായിരുന്നു. അതുകൊണ്ട് കല്യാണത്തിന് വരാൻ കഴിഞ്ഞില്ല. പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ അണ്ണനെ കാണാൻ 4 ദിവസം മുമ്പ് ഈ നാട്ടിൽ വന്നു. അപ്പോഴാണ് അണ്ണൻ്റെ കാര്യങ്ങൾ അറിഞ്ഞത്. നാട്ടുകാർ പലതും അന്ന് എന്നോട് പറഞ്ഞു. ചേട്ടൻ കെട്ടേണ്ട പെണ്ണിനെ അനിയൻ കെട്ടിയ വിഷമത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചതാ. രക്ഷിക്കാൻ ശ്രമിച്ചയാളല്ല, കൊല്ലാൻ ശ്രമിച്ച ആളാണ് മരിച്ചത്. തുരപ്പൻ വാക്കുകൾ പൂർത്തിയാക്കും മുൻപേ കിച്ചൻ ഇടയിൽ കയറിയതും റഷീദ് ഞെട്ടലോടെ കിച്ചനെ നോക്കി. മോനെ, അതേക്ക, സേതുമാധവൻ എന്ന ക്രിമിനൽ. കിച്ചൻ പറയുന്നതിനൊപ്പം കണ്ണുകൾ സുധിയിൽ വന്നു നിന്നു. അവനിലെ പ്രതികരണത്തിനായി കണ്ണുകൾ കൂർപ്പിക്കുമ്പോൾ കണ്ടു 2 കൃഷ്ണമണികൾ ചുഴറ്റി എന്തോ പറയാൻ ശ്രമിക്കുന്നവൻ. ആ മാറ്റം ശ്രദ്ധിച്ചുകൊണ്ട് സതീഷും കിച്ചനും പരസ്പരം കണ്ണെറിഞ്ഞു. സേതുമാധവനോ? അവനാരാ? അവനെന്തിനാ സുധിയെ കൊല്ലാൻ നോക്കിയത്? റഷീദക്കയുടെ പുരുക്ക് ഉയരുമ്പോൾ നടന്നതൊക്കെ കുറച്ച് വാക്കുകൾ കൊണ്ട് അയാൾക്ക് മുൻപിൽ പറഞ്ഞു തീരുമ്പോൾ റഷീദക്ക നെറ്റിയിൽ കൈയടിച്ചുകൊണ്ട് കിച്ചനെയും സതീഷിനെയും അമ്പാടിയെയും മാറി മാറി നോക്കി. അവനെ എനിക്കറിയാം മക്കളെ. നിങ്ങൾ പറഞ്ഞ സേതുമാധവൻ തന്നെയാണ് ഇവനെങ്കിൽ എൻ്റെ കൂപ്പിൽ ലോഡും കൊണ്ട് വന്നിരുന്നവനാണ്. നീചനാണവൻ. ശരിയാ, സരേവിൻ്റെ അച്ഛന് ഇവന്മാരോടൊക്കെ വലിയ കയ്യായിരുന്നു. അവനും ഒരു പന്നനായിരുന്നു. പക്ഷേ എൻ്റെ സരയുമോളെ ഇവനെ കാഴ്ചവെക്കാൻ എങ്ങനെ മനസ്സ് വന്നവന്? അത് ഞാൻ അറിയാതെ പോയല്ലോ മക്കളെ. ഒരു നോട്ടം കൊണ്ടെങ്കിലും എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ അവൻ ശ്രമിച്ചുവെന്നറിഞ്ഞിരുന്നെങ്കിൽ അവനെയും കൂടി തീർത്തിട്ടേ ഞാൻ ജയിലിൽ പോകുള്ളായിരുന്നു. റഷീദ് ശ്വാസം എടുത്തു വിടുമ്പോൾ അമ്പാടി അല്പം കുസൃതിയോടെ അയാളെ അടിമുടി നോക്കി. അപ്പോൾ മാമൻ ശരിക്കും പറഞ്ഞതാണോ ഒരാളെ കൊന്നെന്ന്? 1 അല്ല 2. നിനക്ക് സംശയമുണ്ടോടാ കുഞ്ഞിച്ചക്ക? അമ്പാടി സംശയത്തോടെ കണ്ണു കൂർപ്പിക്കുമ്പോൾ ഉറക്കെ ചിരിച്ചു റഷീദ്. അല്ല, ഈ കാലും വെച്ച് കൊല്ലാനൊക്കെ കഴിയുമോ? റഷീദ് തിരുമുന്ന കാലിലേക്കും പിന്നെയും അവൻ്റെ കണ്ണുകൾ നീണ്ടുപോയി. മക്കളുടെ മാനത്തിനൊരുവം വിലയിട്ടാൽ ഏതൊരച്ഛനും കൊലപാതകയാകും മോനെ. അതിനു മുൻപിൽ ആരോഗ്യത്തിനല്ല, മനസ്സിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. മക്കളെന്നല്ല, സ്നേഹിക്കുന്ന ആർക്കും കൺമുമ്പിൽ ഒരു ആപത്ത് വരുന്നുവെന്നറിഞ്ഞാൽ മനസ്സ് ഉണർന്നു പ്രവർത്തിക്കും. അല്ലേ മാഷേ? റഷീദൊക്കെ സതീഷിനെ ചിരിയോടെ നോക്കി. ശരിയായിക്ക പറഞ്ഞത്. 3 പെൺമക്കളുള്ള എനിക്കറിയാം എൻ്റെ ഉള്ളിലെ വേവൽ. സതീഷിൽ നേർത്ത നിശ്വാസം പുറത്തേക്ക് വരുമ്പോൾ കിച്ചൻ ചുണ്ട് കടിച്ചുകൊണ്ട് കണ്ണുകൾ ചുഴറ്റി.